നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ നാട്ടിൽ കറണ്ട് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് നമുക്ക് തരുന്ന ബില്ല് വളരെ കൂടുന്നതുകൊണ്ട് തന്നെ പലരും സോളാറിലേക്ക് മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലം എന്നുള്ളതല്ല, കാര്യമായ രീതിയിൽ ആ ഒരു ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധാരാളം സോളാർ നമുക്ക് ഫിറ്റ് ചെയ്ത് തരുന്ന കമ്പനികളുമുണ്ട്. ഈ കമ്പനികളിലെ പ്രമുഖ കമ്പനികളെല്ലാവരും ചേർന്നൊരു അസോസിയേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. കോൺഫെഡറേഷൻ ഓഫ് റിന്യൂവബിൾ എനർജി എന്നാണ് എൻ്റെ പേര്. കോർ എന്നാണ് ആ സംഘടനയുടെ പേര്. നമ്മൾ 4 വർഷം മുമ്പ് ഈ കോർ എന്ന് പറയുന്ന ഈ ഒരു സംഘടന കൊച്ചിയിലൊരു സോളാർ റിലേറ്റഡ് എക്സിബിഷൻ നടത്തിയപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം വീണ്ടും അങ്ങനെ ഒരു എക്സിബിഷൻ വരികയാണ്. അപ്പോൾ അതിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കാനും, കൂടാതെ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ആൾക്കാർ ആശങ്കയോടുകൂടി കാണുന്ന ഒരു മേഖലയാണ് ഇതെന്നുള്ളതാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ നിയമങ്ങൾ മാറാം. നമ്മൾ വലിയ പൈസ കൊടുത്ത് സോളാർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു തിരിച്ചടി ഉണ്ടാകുമോ, അങ്ങനെ പലരും ചിന്തിക്കുന്ന കാര്യമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒന്നും ചിന്തിക്കാതെ വീട്ടിൽ സോളാർ വയ്ക്കുകയും 2.5 വർഷമായി വളരെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ആശങ്കയൊന്നും ഇല്ലെങ്കിൽ പോലും അത്തരം ആശങ്കകളൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ നമുക്ക് അത്തരം ആശങ്കകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഈ അസോസിയേഷൻ നടത്താൻ പോകുന്ന ഒരു സോളാർ എക്സിബിഷൻ അതിനെപ്പറ്റിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ആ സംഘടനയുടെ ഭാരവാഹികൾ നമ്മുടെ വന്നിട്ടുണ്ട്. അതിൽ ഒരു മുഖം മാത്രം നമ്മുടെ പഴയ വീഡിയോയിലും ഉണ്ട്, ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. പക്ഷേ സംഘടനകൾ നേരത്തായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അവരെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുകയും നമ്മുടെ ആശങ്കകൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. നമസ്കാരം സാർ. പേര്? നൗഷാദ് ഷറഫുദ്ദീൻ. ഞാൻ സ്റ്റേറ്റിലെ ആദ്യത്തെ നോഡൽ ഓഫീസറാണ് PM സൂര്യകറിൻ്റെ. ഇലക്ട്രിസിറ്റി ബോർഡിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു. അതിൽ ഇലക്ട്രിക് വെഹിക്കിൾ, സോളാർ, അതുപോലെ തന്നെ ബാറ്ററി ചാർജിങ് ഒക്കെ എൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെടുന്നതായിരുന്നു. ഇപ്പോൾ കോറിൻ്റെ പാറ്റേണായി ഇവരുടെ കൂടെ ഒരുമിച്ച് നടക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കേരളത്തിൻ്റെ സോളാർ മാൻ എന്നാണ് അറിയപ്പെടുന്നത്. ആ കാര്യം പറഞ്ഞില്ലെന്നേ ഉള്ളൂ, അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ നമസ്കാരം. പേര്? എൻ്റെ പേര് അൽനിഷാൻ ഷാഹുൽ. ഞാൻ കോറിൻ്റെ എക്സ്പോ ചെയർമാനാണ്. ചെയർമാനാണ്. നമസ്കാരം. എൻ്റെ റോയ് ക്രിസ്റ്റി. ഞാൻ റെനർജി സിസ്റ്റംസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ MD ആണ്. കൂടെ കോറിൻ്റെ സെക്രട്ടറിയാണ്. ഞാൻ മുഹമ്മദ് ഫയാസ്, ഞാൻ കോറിൻ്റെ പ്രസിഡൻ്റാണ്. ഫയാസ് ആണ് നമ്മുടെ വീഡിയോയിൽ നേരത്തെ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ധാരാളം നിങ്ങളെ കൈ കിട്ടിയ സ്ഥിതി കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആദ്യം നമുക്ക് ഈ എക്സ്പോയെ പറ്റി പറയാം. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, എന്നാണ് എക്സ്പോ, എവിടെ വെച്ചാണ്, എന്തൊക്കെയാണ് എക്സ്പോയിൽ നിങ്ങൾ കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ? നമ്മൾ 11, 12, 13 സെപ്റ്റംബർ അടുത്ത മാസം 11, 12, 13 തീയതികളിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടത്തുന്നത്. അപ്പോൾ 3 ദിവസം എന്ന് വെള്ളി, ശനി, ഞായറാണ്. ആളുകളുടെ സൗകര്യാർത്ഥമാണ് നമ്മൾ വെള്ളി, ശനി, ഞായർ വെച്ചിരിക്കുന്നത്. ഇന്ത്യയിലൊട്ടാകെയുള്ള മുൻനിര സോളാർ മാനുഫാക്ചറേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും എല്ലാവരും പങ്കെടുക്കുന്ന MNRE പോലത്തെ കേരള ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബ്യൂറോക്രാറ്റ്സ് ഉൾപ്പെടെയുള്ള ടെക്നോക്രാറ്റ്സ് ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു എനർജി കോൺക്ലേവും കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് B2B ആണോ, അതോ കസ്റ്റമേഴ്സിന് വന്ന് വേണമെങ്കിൽ സോളാർ സംഭവങ്ങളൊക്കെ സെലക്ട് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്? അതെ. അപ്പോൾ കേരളത്തിലുള്ള മുൻനിര സോളാർ കമ്പനികൾ, ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന കമ്പനികളും നമ്മൾ ഇവിടെ കുറേ സ്റ്റോളുകൾ അവരുടെയുണ്ട്. അപ്പം ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം സോളാർ വെക്കാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരൊറ്റ എക്സ്പോയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ കമ്പനികളുമായിട്ട് ഒരേ വേദിയിലിരുന്ന് സംവാദം നടത്തുകയും തിരഞ്ഞെടുക്കുവാനും ഒക്കെ ഉള്ള അവസരമുണ്ടാവും. അപ്പോൾ ഈ രംഗത്തെ പുതിയ ട്രെൻഡുകൾ കാണാം അല്ലേ? എന്തൊക്കെയാണെന്ന് കണ്ട് മനസ്സിലാക്കി, എല്ലാ ടെക്നോളജിയും, എല്ലാ ലേറ്റസ്റ്റ് ടെക്നോളജിയും എല്ലാം അതിൽ. ഇനി അതിനപ്പുറത്തേക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺക്ലേവിൽ വരെയും എനർജി കോൺക്ലേവിലുള്ള നല്ല ചർച്ചകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഈ ചർച്ചകളുണ്ടോ, അത് ഒരു ദിവസമാണോ? എല്ലാ 3 ദിവസങ്ങളും അത്തരം ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുൻനിര ഈ പറഞ്ഞ ഈ ഒരു മേഖലയിലുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ, ടെക്നോക്രാറ്റ്സ് ആയിട്ടുള്ള ആളുകൾ, കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ പുറത്തുള്ള ആളുകളെല്ലാം നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ നല്ലൊരു ചർച്ചയും കാര്യങ്ങളും, വ്യത്യസ്തമായ അഭിപ്രായങ്ങളും, ഇപ്പോൾ അറിയാലോ സോളാർ മേഖലയിൽ പല പല അഭിപ്രായങ്ങളുള്ള ഒരു സമയം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നല്ല ചർച്ചകളും കാര്യങ്ങളും ഒക്കെ അവിടെ നടത്തുക എന്നുള്ളതാണ്. പ്രവേശനം സൗജന്യമാണോ? പ്രവേശന സൗജന്യം. അപ്പോൾ എന്തായാലും അതിന് പങ്കെടുക്കുക. നിങ്ങളുടെ എല്ലാ ആശങ്കകളും മാറ്റാവുന്ന ഒരു സെഷനിലൊക്കെ പങ്കെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ വീടുകളിൽ സോളാർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ സോളാർ വയ്ക്കണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാമെങ്കിൽ പോലും മറ്റ് ചില ആശങ്കകൾ, നമ്മുടെ സ്ഥിരം ആശങ്കകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ സോളാർ വെച്ച സമയത്ത് ഈ ലിഥിയം അയൺ ബാറ്ററി എന്ന് പറയുന്ന കാര്യം അത് അവിടെ വെച്ചവരെടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ജനറേറ്ററോടെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇപ്പോൾ കാണുന്നു ഈ സ്റ്റോറേജ് എന്ന് പറയുന്നത് ലിഥിയം അയൺ ബാറ്ററിയിലാണ് ഇപ്പോൾ അധികവും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സ്പേസ് വേണ്ട. പണ്ടൊക്കെ നമ്മൾ ചില വീട്ടിലൊക്കെ ചെന്ന് ഒരു മുറി നിറച്ച് ബാറ്ററി നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. ഇപ്പോൾ അത്രയും സ്പേസ് ഒന്നും വേണ്ട എന്നുള്ളതാണ്. അത് എത്രത്തോളം കേപ്പബിളാണ്, എത്രത്തോളം എക്സ്പെൻസീവാണ് ഇപ്പോൾ ഈ സ്റ്റോറേജ് നമ്മൾ ലിഥിയം അയണിലേക്ക് മാറ്റിയപ്പോൾ? നിങ്ങളുടെ ഓരോരുത്തരുടെ എക്സ്പെർട്ടീസ് വെച്ച് ആരാണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞാൽ മതി. എക്സ്പെൻസ് ആക്ച്വലി ഇപ്പം നേരത്തെ നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ആദ്യമേ ഒരു 1-2 വർഷം മുമ്പ് ഒരു ഭയങ്കര റേറ്റ് വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ലെഡ് ആസിഡ് ബാറ്ററിയും ലിഥിയം ബാറ്ററിയും തമ്മിലുള്ള റേറ്റ് ഒരുപാട് വ്യത്യാസമില്ല. അപ്പോൾ അത് തമ്മിലുള്ളൊരു
ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഫ്രീ ആണ്, ലോങ് ടൈം ലൈഫ് കിട്ടുന്നുണ്ട്. മീൻസ് ഇപ്പം ഒരു 15 മുതൽ 20 വർഷം വരെ ലൈഫ് സ്പാനും അല്ലെങ്കിൽ വാറണ്ടി വരെ കൊടുക്കുന്ന ബാറ്ററികൾ ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഒരു ബാക്കപ്പ് സൊല്യൂഷൻ അത്യാവശ്യം പ്രീമിയം, അതായത് ഫിനാൻഷ്യലി ഏബിൾ ആയിട്ടുള്ള ആൾക്കാർ ഹൈബ്രിഡ് പോലെയുള്ള ബാക്കപ്പ് ഉള്ള സൊല്യൂഷനിലോട്ട് പോകുന്നത് റെക്കമെൻഡബിളും ആണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 10 kV സോളാർ വെച്ച ഒരാൾക്ക് മുഴുവൻ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഈ ഒരു അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. 10 kW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് നമുക്കൊരു 40 to 50 യൂണിറ്റ് സ്റ്റോറേജ് ആയിരിക്കും ആവറേജ് വേണ്ടത്. അപ്പോൾ അതിന് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഇപ്പോൾ വലിയ ബസ് അടിസ്ഥാനത്തിലുള്ള കമ്മ്യൂണിറ്റി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം വരെയൊക്കെ ചെയ്യുന്നുണ്ട്. സാറിനെക്കുറിച്ചൊക്കെ അതിനെക്കുറിച്ച് അധികമായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റും കാര്യങ്ങൾ. അപ്പോൾ അത്രയും സ്റ്റോർ ചെയ്യാൻ അത് പഴയതുപോലെ സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് സ്പേസ് വേണ്ട, വളരെ ചെറിയ സ്പേസിൽ ഒരു മെയിൻ്റനൻസ് ഇല്ലാതെ ഇത്രയും ലോങ് ടൈം. ഇപ്പം എല്ലാവരും നമുക്കൊരു ഇപ്പം ഇലക്ട്രിസിറ്റി ഫെയിലിയർ ഇല്ലെങ്കിലും ഒരു കൂടുതൽ ഇതാ ആഗ്രഹിക്കുന്നത്, എന്താ വെച്ചാൽ സേഫ്റ്റിയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അവർ. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിപ്പിക്കാൻ പറ്റും, എല്ലാം പ്രവർത്തിക്കും. ഇന്ന് സോളാർ മാത്രമായിട്ട് ചിന്തിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ തീം തന്നെ സോളാർ ടുഡേ, സ്റ്റോറേജ് ടുമാറോ, നെറ്റ് സീറോ ഫോർ എവർ. ഇതാണ് ഞങ്ങളുടെ തീം. എന്താണ് ആ തീം? ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. ആ തീം എന്ന് വെച്ചാൽ ഇന്ന് സോളാർ വെക്കുക, അത് സ്റ്റോർ ചെയ്യാനുള്ള ലിത്യം അയോൺ ബാറ്ററി നേരത്തെ പറഞ്ഞ പോലെ ഒരു സംവിധാനം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ 2040 ആകുമ്പോൾ കംപ്ലീറ്റ് ജനറേഷൻ റിന്യൂവബിൾ എനർജിയിൽ നിന്ന് തന്നെ എടുക്കണമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം. അങ്ങനെ നെറ്റ് സീറോ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പോളിസിയും. ആ പോളിസിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ എക്സ്പോ ഉദ്ദേശിക്കുന്നത്. ഈ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം തന്നെ 3 തലങ്ങളിലുണ്ട്. കമ്മ്യൂണിറ്റി ലെവൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം, അതാണ് നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ ട്രാൻസ്ഫോമറിൻ്റെ കീഴിലും ഹൈബ്രിഡ് ഇൻവെർട്ടർ വിത്ത് ഒരു ബാറ്ററി പാക്ക് വെച്ചിട്ട് ഒരു 10-100 വീടുകൾ ഏകോപിപ്പിച്ച് മറ്റ് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ സോളാർ പ്രൊമോട്ട് ചെയ്യുക. പകൽ സമയത്ത് കിട്ടുന്ന ആ സോളാർ എനർജി ഈ ബാറ്ററി യൂണിറ്റിലേക്ക് ഹൈബ്രിഡ് ഇൻവെർട്ടർ വഴി സ്റ്റോർ ചെയ്ത് തിരിച്ച് സോളാർ ഇല്ലാത്ത സമയത്ത് രാത്രി കാലങ്ങളിൽ കൺസ്യൂമേഴ്സിന് ഒരു ബൈബാക്ക് പോളിസി റെഗുലേറ്ററി കമ്മീഷൻ്റെ ഒരു നിർദ്ദേശത്തോടു കൂടി ഒരു ഫിക്സഡ് പ്രൈസ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കേരളത്തിന് കറണ്ട് ചാർജ് കുറയ്ക്കുക, അതുപോലെ തന്നെ ജനറേഷൻ ഇൻറ്റേർണലി കൂട്ടുക, അതാണ് ഒരു ഉദ്ദേശം. അങ്ങനെ ആകുമ്പോൾ ഇപ്പോഴത്തെ കറണ്ട് ചാർജ് ഗണ്യമായി കുറയ്ക്കാൻ പറ്റും. പൈസ കൊടുത്താൽ തന്നെയും 10 രൂപയ്ക്ക് മുകളിൽ പീക്ക് ടൈമിൽ ഒരു യൂണിറ്റിന് കൊടുക്കേണ്ടി വരുന്നുണ്ട് കേരള സർക്കാരിന്, ഇലക്ട്രിസിറ്റി ബോർഡിന്. അങ്ങനെ കൊടുത്താൽ തന്നെയും ഇത് കൊണ്ടുവരാനുള്ള ട്രാൻസ്മിഷൻ ശൃംഖല ശക്തമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സമകാലീനമായി നമ്മൾ ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ കൂടെയൊക്കെ മനസ്സിലാക്കുന്നത് പോലെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ വേണ്ടി വരുന്നത്. ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി സ്റ്റോറേജ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്മിഷൻ ശൃംഖല ശക്തമല്ലെങ്കിൽ പോലും നമുക്ക് തന്നെ ഇൻറ്റേർണലി ഒരു സിസ്റ്റം സ്വന്തമാക്കാൻ. ഇത് ഏതെങ്കിലും ലോകരാജ്യങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ വിജയകരമായിട്ട്? ഇതൊരു കേരള മോഡൽ എന്ന് പറഞ്ഞാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പെരിങ്ങനം പഞ്ചായത്ത് ഒരു മോഡലായിട്ട് എടുത്ത് ഫ്രണ്ട് റണ്ണർ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വരികയാണ്. വളരെ താമസിയാതെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇനി ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്ന കമ്മ്യൂണിറ്റി ഈ ലെവലിലുള്ള ഒരു സോളാർ എനർജിയാണോ അതോ വീടുകളിലെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് വെക്കുന്ന ആ ഒരു സിസ്റ്റത്തെയാണോ? നമുക്കിനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വീടുകളിൽ സോളാർ വെക്കുന്നതിൻ്റെ കൂടെ തന്നെ സ്റ്റോറേജും കൂടെ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ഒരു ലെവൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ലിത്യം അയോൺ ബാറ്ററീസിൻ്റെ പ്രൈസ് ഹൈ എൻഡിലാണ്. എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ 1,38,00,000 കൺസ്യൂമേഴ്സാണ് കേരളത്തിൽ മൊത്തമായിട്ടുള്ളത്. അതിൽ 1,05,00,000 ആൾക്കാരും ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സാണ്. ഇവിടെ 3,50,000 ആൾക്കാർ മാത്രമേ ഇതുവരെ സോളാർ വെച്ചിട്ട് വന്നിട്ടുള്ളൂ. ഇനിയും ഏകദേശം 1 കോടിക്ക് മുകളിൽ ആൾക്കാർ സോളാർ വെക്കാനുണ്ട്. ഈ കൺസ്യൂമർ മിക്സിൽ BPL കാറ്റഗറി അതുപോലെ തന്നെ പൈസ ഇല്ലാത്ത നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പോളിസി പ്രപ്പോസൽ വയ്ക്കുമ്പോൾ അത് എല്ലാ ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന രീതിയിലും പാവപ്പെട്ടവർക്കും ഇത് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലും ആയിരിക്കണം. എന്നാൽ
വൈദ്യുതി ബോർഡിനെയും അതുപോലെ തന്നെ അതിൻ്റെ നെറ്റ്വർക്കിംഗ് ശൃംഖലയൊക്കെ നോക്കുമ്പോൾ ശക്തമായ ഒരു പോളിസി മാറ്റേഴ്സ് ഇവിടെ ആവശ്യമുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ലിഥിയം അയോൺ ബാറ്ററീസിൻ്റെ ഒരു പ്രൈസ് നോക്കുമ്പോൾ ഇപ്പോൾ സോളാർ വെച്ച് സ്റ്റോർ ചെയ്യുന്നത് വലിയ ഒരു കൺസ്യൂമർ സ്ട്രെങ്തുള്ള ബേസുള്ള ആ കാറ്റഗറിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ E20 പെട്രോളൊക്കെ നിർബന്ധമാക്കിയ പോലെ സോളാർ വെക്കണമെങ്കിൽ ബാറ്ററി നിർബന്ധമായിട്ടും വേണമെന്നൊരു നിയമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ? സത്യത്തിൽ ഇപ്പോൾ നിർബന്ധമായി സോളാറിൻ്റെ കൂടെ ബാറ്ററി വെക്കണം എന്ന് നിഷ്കർഷിക്കാൻ പാടില്ല. അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അടിച്ചേൽപ്പിക്കാൻ പാടില്ല. എന്നാൽ ഹൈബ്രിഡ് ഇൻവെർട്ടർ വെച്ച് ബാറ്ററി പാക്കിലേക്ക് വരാൻ താല്പര്യമുള്ള ഒരുപാട് കൺസ്യൂമേഴ്സ് ഉണ്ട്. കാരണം സോളാർ ഇല്ല, വൈദ്യുതി ബോർഡിൻ്റെ കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ സോളാർ നോർമൽ ഇൻവെർട്ടർ വെച്ച് വർക്ക് ചെയ്യില്ല. എന്നാൽ ഹൈബ്രിഡ് ഇൻവെർട്ടർ വെച്ച് ബാറ്ററി പാക്ക് ഉണ്ട് എങ്കിൽ ഗ്രിഡ് ഇല്ല എന്നുണ്ടെങ്കിലും പകൽ സമയത്ത് തന്നെ വൈദ്യുതി കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിഥിയം അയോൺ ബാറ്ററിയുടെ കോസ്റ്റ് കൂടിയതുകൊണ്ട് അടിച്ചേൽപ്പിക്കാതെ ഒരു പാക്കേജാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടത്. അതുപോലെ ബാറ്ററി പാക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്സിഡി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുകയും വേണം. അങ്ങനെ ആകുമ്പോൾ ആൾക്കാർ ഒരു പ്രോത്സാഹനം ഇതിലേക്ക് കൂടുതലായി വരും. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ വന്ന് ഈ സോളാർ ഫിറ്റ് ചെയ്യാൻ വരുന്നവർ കൂടുതലും ലിഥിയം അയൺ ബാറ്ററി തന്നെയാണോ സെലക്ട് ചെയ്യുന്നത്? അല്ല, ബാറ്ററി ഇപ്പോൾ സോളാർ വെച്ചിട്ടറിയാം, പണ്ട് ഉണ്ടായിരുന്ന 2022 നമ്മളൊന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞ സോളാർ വെക്കാനുള്ള ഏറ്റവും വലിയ ആളുകൾക്കുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് തുടക്കത്തിലത്തെ മുടക്ക് മുതലാണ്. വളരെ അത് കുറയ്ക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരൊക്കെ പല സമയത്തുമൊക്കെ സബ്സിഡി നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ PM സൂര്യഘർ എന്നുള്ള പദ്ധതി 2024 മുതൽ 78,000 രൂപ സബ്സിഡി നൽകുന്നുണ്ട്. അത് ബാറ്ററി ഇല്ലാത്ത സിസ്റ്റത്തിനാണ്. ബാറ്ററി ഉള്ള സിസ്റ്റം വെച്ചാലും 78,000 രൂപ തന്നെ സബ്സിഡി മൊത്തത്തിൽ കിട്ടും. അപ്പോഴുമുള്ളൊരു ചോദ്യം, ബാറ്ററി വെക്കാൻ വേണ്ടി ഒരു അഡീഷണൽ സബ്സിഡി ഇപ്പോൾ നിലവിലില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും ഒരു 95% കസ്റ്റമേഴ്സും ഇപ്പോഴും ചെയ്യുന്നത് ബാറ്ററി ഇല്ലാത്ത ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റംസ് ആണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ കറണ്ട് പോയി കറണ്ട് പോകുമ്പോൾ നമ്മുടെ സാധാരണ UPS ഇൻവെർട്ടർ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. ബാക്കപ്പ് ആ വഴി നടക്കും. മിക്കവാറും വീടുകളിലത്തെ ബാക്കപ്പ് ഒക്കെ സാധാരണ UPS ഇൻവെർട്ടർ 25,000 രൂപ ചെലവ് വരും. നേരെ മറിച്ച് ഒരു ഹൈബ്രിഡ് ഒരു 5 കിലോവാട്ടിൻ്റെ ഒരു സിസ്റ്റത്തിൽ ഒരു 5 കിലോവാട്ടിൻ്റെ തന്നെ ഒരു ഹൈബ്രിഡ് ബാറ്ററി സ്റ്റോറേജും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഒരു ചിലവ് അനുസരിച്ച് 1.5 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ അഡീഷണൽ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഒരു 3 കിലോവാട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു 5 കിലോവാട്ടിൻ്റെ ഒരു സിസ്റ്റത്തിന് ഇപ്പോൾ നിലവിലുള്ള ഒരു സബ്സിഡി കഴിഞ്ഞിട്ടുള്ള ചിലവ് 2.25 ലക്ഷം രൂപയാണെങ്കിൽ അത് കൂടാണ്ട് ഒരു 2 ലക്ഷം രൂപയും കൂടെ ബാറ്ററി സ്റ്റോറേജിന് ചിലവാക്കുമ്പോൾ ഇരട്ടി മുടക്ക് മുതൽ വീണ്ടും ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല കസ്റ്റമേഴ്സിനും ഇപ്പോഴും ഈ വില കൂടുതലുള്ളത് കൊണ്ട് പല കസ്റ്റമേഴ്സിനും അത് അഫോർഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നിലവിലുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരൊക്കെ ബാറ്ററിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ബാറ്ററിക്കും കൂടെ പരമാവധി സബ്സിഡി നൽകുകയും അതുവഴി ഒരു പ്രൊമോഷൻ ചെയ്യുക, പറ്റാവുന്ന താല്പര്യമുള്ള കസ്റ്റമേഴ്സ് തിരഞ്ഞെടുക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. നേരെ മറിച്ച് അത് അടിച്ചേൽപ്പിക്കരുത്. സോളാർ വെക്കണമെങ്കിൽ ബാറ്ററിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ പൊന്മുട്ടയിടുന്ന താറാവിനെ തന്നെ കൊല്ലുന്ന രീതിയിൽ അവസാനം സോളാർ തന്നെ വെക്കാത്തൊരവസ്ഥയിലോട്ട് ആളുകൾ പോകും. നമ്മൾ പല സംസ്ഥാനങ്ങളിലും EV വെഹിക്കിൾ വാങ്ങിക്കുമ്പോഴത്തേക്കും ടാക്സ് ഫ്രീ കൊടുക്കുന്ന പോലെ അല്ലേ? അതെ. ഇപ്പോൾ സോളാർ വെക്കുന്ന കൂട്ടത്തിൽ ബാറ്ററിയും കൂടെ വെക്കുമ്പോൾ അതിനൊരു അഡീഷണൽ ആയിട്ട് 1 ലക്ഷം രൂപ അങ്ങനെയൊക്കെ ഒരു സബ്സിഡി നൽകുകയാണെങ്കിൽ ഇപ്പോൾ വെക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകൾക്ക് അപ്പോൾ ബാറ്ററി അഫോർഡ് ചെയ്യാൻ പറ്റുകയും സ്റ്റോറേജോട് കൂടിയ സോളാർ വെക്കാൻ സാധിക്കും. ആ നിർദ്ദേശം ഗവൺമെന്റ് തലത്തിലേക്ക് കൊടുത്തിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ PM സൂര്യഘർ പദ്ധതി 2027 മാർച്ച് 31 അവസാനിക്കാൻ പോകണം. അടുത്ത വർഷം 8 മാസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഈ എക്സ്പോ ഈ സമയത്ത് നടത്തുന്നതിൻ്റെയും ഒരു മുഖ്യ കാരണം അതുകൊണ്ടാണ്. നമ്മളൊരു ഡിസംബർ മാസത്തിലൊക്കെ നടത്തിയാലോ എന്നാണ് ആദ്യം ആലോചിച്ചെങ്കിൽ പോലും ഇനിയുള്ള 8 മാസങ്ങൾ എന്ന് പറയുന്ന PM സൂര്യഘറിൻ്റെ അതായത് വമ്പിച്ച സബ്സിഡിയോടുകൂടി സോളാർ സ്ഥാപിക്കുവാനുള്ള നല്ലൊരു അവസരം ഇനിയും ബാക്കി നിൽക്കുന്നു. ആവശ്യത്തിന് കസ്റ്റമേഴ്സിന് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യാനുള്ളൊരു അവസരം കൂടെ ബാക്കി നിർത്തുക എന്നുള്ളതാണ്. 2027 മാർച്ചിന് ശേഷം PM സൂര്യഘർ 2.0 എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും പ്ലാൻ ചെയ്യുന്നുണ്ട് തോന്നുന്നു. അത്തരം വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ബാറ്ററി സ്റ്റോറേജിനും പ്രാമുഖ്യം നൽകിക്കൊണ്ട് പ്രൊമോഷൻ നൽകുന്ന കാര്യങ്ങളുണ്ട് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ 78,000 രൂപ സബ്സിഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സിസ്റ്റം വെച്ചാലും എത്ര കിലോ വാട്ടിൻ്റെ വെച്ചാലും കിട്ടുമോ?
3 കിലോ വാട്ടിൻ്റെ സിസ്റ്റത്തിനാണ് 78,000 രൂപ സബ്സിഡി. 2 കിലോ വാട്ടിൻ്റെ സിസ്റ്റം ആണെങ്കിൽ 60,000 രൂപയാണ് സബ്സിഡി. 3 കിലോ വാട്ടിന് മുകളിലുള്ള ഏത് കപ്പാസിറ്റി വെച്ചാലും, അത് ബാറ്ററി ഉള്ളത് വെച്ചാലോ ബാറ്ററി ഇല്ലാത്തത് വെച്ചാലോ, 5 കിലോ വാട്ടോ 10 കിലോ വാട്ടോ വെച്ചാലും 78,000 രൂപ മാത്രമേ സബ്സിഡി കിട്ടുകയുള്ളൂ. മൊത്തത്തിൽ 78,000 സബ്സിഡി കിട്ടുകയുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ തന്നെയും പണ്ട് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന എല്ലാ സബ്സിഡി പ്രോഗ്രാമും ലോകത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റെവല്യൂഷണറി പ്രോഗ്രാം തന്നെയാണ്. ഇത്രയും സബ്സിഡി ഏകദേശം 25-30% സിസ്റ്റം പ്രൈസിൻ്റെ 30% വരെയൊക്കെ സബ്സിഡി എഫക്റ്റീവ്ലി തന്നെ കസ്റ്റമറുടെ കയ്യിൽ കിട്ടുന്ന ഒരു പദ്ധതിയാണ്. ഇപ്പോൾ PM സൂര്യഘർ പദ്ധതിയിൽ ഈ വെറും സബ്സിഡി മാത്രമല്ല അവർ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്, എളുപ്പത്തിൽ കിട്ടുന്ന ബാങ്ക് ലോണും കൂടെ അവർ ബാങ്കുമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. 5.25% എന്ന് പറയുന്ന ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഏതൊരു ഉപഭോക്താവിന് നേരിട്ട് തന്നെയോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കൊക്കെ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഒരു ബാങ്ക് ലോൺ പ്രോസസ്സിങ് ചെയ്യുകയും 24 മണിക്കൂർ കൊണ്ടൊക്കെ തന്നെ ലോൺ അപ്രൂവ് ആകുന്ന ഒരു സിസ്റ്റം കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അതായത് ഇനീഷ്യൽ ക്യാപിറ്റൽ കോസ്റ്റ്, തുടക്കത്തിലുള്ള മുടക്ക് മുതൽ വളരെ കൂടുതലാണെന്നും അത് എങ്ങനെ ലഘൂകരിക്കാം, അതാണ് 78,000 സബ്സിഡി നൽകുന്നു. ബാക്കിയുള്ള കാശ് പോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത വലിയൊരു ജനസമൂഹത്തിലോട്ടാണ് സോളാർ ഇപ്പോൾ വ്യാപിപ്പിക്കേണ്ടത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എളുപ്പത്തിൽ കിട്ടാവുന്ന ബാങ്ക് ലോൺ സംവിധാനവും ഏർപ്പാടാക്കുന്നത്. ഇതിലോട്ട് തന്നെയാണ് അപ്പോൾ നേരത്തെ ബാറ്ററി സ്റ്റോറേജിൻ്റെ വരുമ്പോൾ ഉള്ളൊരു നമ്മളുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത്, അത് നിർബന്ധമാക്കുമ്പോൾ ഈ ബാങ്ക് ലോണും വമ്പിച്ച സബ്സിഡിയും കൊണ്ട് മാത്രമാണ് ഇത്രയോ ആൾക്കാർക്ക് സോളാർ വെക്കാൻ വേണ്ടി സാധിച്ചത്. നമ്മൾ 2022 നമ്മൾ ഈ ചർച്ച അന്ന് നടത്തുമ്പോൾ കേരളത്തിൽ ആകെ സോളാർ വെച്ചിരുന്ന ഏകദേശം 30,000-40,000 പേര് മാത്രമായിരുന്നു. അന്ന് ആ സൗര പ്രോഗ്രാം എന്ന് പറയുന്ന പദ്ധതി തന്നെ ഏകദേശം ഒരു 50,000-ന്റെ അടുത്ത് സോളാർ വെക്കുകയും അതിനുശേഷം 2024 തൊട്ട് ഇന്ന് വരെയുള്ള നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2.5 ലക്ഷത്തോളം അല്ലെങ്കിൽ 3 ലക്ഷത്തോളം ആളുകൾ PM സൂര്യഘർ പദ്ധതിയിൽ തന്നെ കേരളത്തിൽ ഇപ്പോൾ സോളാർ വെച്ചിട്ടുണ്ട് ഈ ചുരുങ്ങിയ കാലഘട്ടം. അത് ഈ പറഞ്ഞ പ്രോത്സാഹനം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രോത്സാഹനത്തിന് പകരം വീണ്ടും ബാറ്ററി സ്റ്റോറേജ് പോലത്തെ ഒരു കാര്യം നിർബന്ധമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സോളാർ വെക്കാനുള്ള താല്പര്യവും ഫ്ലോ ഒക്കെ തീർച്ചയായും അത് ഭയങ്കര സാരമായി തന്നെ ബാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യം കേൾക്കുമ്പോഴത്തേക്കും കാര്യമായ പ്രോത്സാഹനം ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ എങ്കിൽ പോലും പലപ്പോഴും ഈ സംഘടനയുടെ ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ കുറേ കേസുകൾ ഈ ഗവൺമെൻറ് തലത്തിൽ ഗവൺമെൻറ്റുമായിട്ടാണോ എന്താണ് ഇതിൻ്റെ തടസ്സം? ഇത്രയും പ്രോത്സാഹനം ഉണ്ടെങ്കിൽ എന്തോ ഒരു തടസ്സം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണത്? അതായത് ഇപ്പോൾ നേരത്തെ ബൈജോട്ടൻ ചോദിച്ചൊരു ചോദ്യമാണ്. 2025 ഒരു വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ കേരളത്തിലത്തെ അവരാണ് വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള നിയമങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. അവരൊരു പുതിയൊരു റെഗുലേഷൻ കൊണ്ടുവരും. അടുത്ത 5 വർഷത്തേക്ക് ബാധകമാകുന്ന ഒരു റെഗുലേഷൻ കൊണ്ടുവന്നു. ആ റെഗുലേഷനിൽ ആദ്യം ഒരു ഡ്രാഫ്റ്റ് റെഗുലേഷനിൽ 3 കിലോ വാട്ട് മുകളിൽ തന്നെ ബാറ്ററി നിർബന്ധമാക്കിയിട്ട് കൊണ്ടാണ് വന്നത്. 3 കിലോ വാട്ട് മുകളിലുള്ള സോളാർ സ്ഥാപിക്കണമെങ്കിൽ ബാറ്ററി ഇല്ലെങ്കിൽ വെക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നത്. അത് പിന്നീട് അവസാനം അവർ റെഗുലേഷൻ പുറത്ത് കൊണ്ടുവന്ന സമയത്ത് 5 കിലോ വാട്ടിന് മുകളിൽ 2027 ജൂണിന് ശേഷം മാർച്ച് മാസത്തിന് ശേഷം നിർബന്ധമായും ബാറ്ററി സ്റ്റോറേജ് വേണമെന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും രണ്ടാമതും കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ സോളാർ സ്ഥാപിച്ചിരിക്കുന്ന ഉപഭോക്താക്കളുടെ സംഘടന ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. എനിക്ക് തോന്നുന്നു അവിടെ ഒരു സ്റ്റേയിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 2020 റെഗുലേഷനാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ മേഖലയും സോളാർ വെക്കുന്ന ഉപഭോക്താക്കൾക്ക് തീരെ ലാഭകരമല്ലാത്ത രീതിയിൽ നിർബന്ധമായും ബാറ്ററി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ഹൈക്കോടതി തൽക്കാലം സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ നമ്മളെ ബാധിക്കുന്ന കാര്യം തൽക്കാലത്തേക്ക് ബാധിക്കില്ല. സ്റ്റേ നിലനിൽക്കുന്നത് കൊണ്ട് തൽക്കാലം ബാധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ അഭ്യർത്ഥന റെഗുലേറ്ററി കമ്മീഷനോടും പുതിയ സർക്കാരിനോടൊക്കെ ഉള്ളത് ഈ ഒരു റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ സാരമായ ഒരു മാറ്റം അതിൽ വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ബൈജോട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കറണ്ട് കട്ട് സാറ് പറഞ്ഞ പോലെ 10 രൂപയ്ക്കും 11 രൂപയ്ക്കും ഒക്കെ കറണ്ട് വാങ്ങുന്ന ഒരു വിശേഷമുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2006 തൊട്ട് 2026 വരെയുള്ള ഒരു കാലഘട്ടം നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ള മൊത്തം വൈദ്യുതി, ഞാൻ സോളാറിനല്ല പറയുന്നത്, വൈദ്യുതിയുടെ ഇന്റേണൽ ജനറേഷൻ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. അന്ന് ഏകദേശം 12,000 യൂണിറ്റ് ആയിരുന്നു അന്നത്തെ നമ്മളുടെ കേരളത്തിന് മൊത്തം ഉപഭോഗം എന്നുണ്ടെങ്കിൽ അത് ഇന്നിപ്പോൾ 32,000 മില്യൺ യൂണിറ്റ് ആയിട്ട് കൂടിയിട്ടുണ്ട്. 32,000 മില്യൺ യൂണിറ്റ് ആയിട്ട് ഒരു വർഷത്തിൽ കൂടിയിട്ടുണ്ട്. പക്ഷെ ഇന്റേണൽ ജനറേഷൻ മറ്റു രീതിയിൽ ഒന്നും കൂടിയിട്ടില്ല. അന്ന് എത്രയാണ് ഉണ്ടായിരുന്നത് അന്ന് അത് തന്നെയാണ്. അന്ന് 6,000 ഉണ്ടായിരുന്നു, 6,500 ഉണ്ടായിരുന്നു, ഇപ്പോൾ 7,000 എന്നൊക്കെ തോതിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു 3-4 വർഷത്തിൽ ആകെ കൂടിയിരിക്കുന്നത് സോളാറിൽ നിന്നുള്ള ജനറേഷനാണ്. അപ്പോൾ നമ്മൾ ഈ 10 രൂപയും 11 രൂപയും 12 രൂപയും കറണ്ട് വാങ്ങുന്നതിൻ്റെ സാറ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആകെ ഉള്ളൊരു സൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കലായിട്ട് നോക്കിയാൽ സോളാർ മാത്രമേ ഇവിടെ ഒരു ജനറേഷൻ കൂട്ടാനുള്ള ഒരു ഇതുള്ളൂ.
അപ്പോൾ അത് നമുക്കറിയാം, സോളാർ വെക്കുന്നത് ഉപഭോക്താവ് സ്വന്തം കാശ് വെച്ചിട്ടാണ്. ഒരു റിയൽ എസ്റ്റേറ്റിന് വേറെ കാശ് കൊടുക്കുന്നില്ല, മെയിൻ്റനൻസ് സർക്കാർ ചെയ്യുന്നില്ല, ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും സർക്കാരോ KSEB ഒന്നും ചെയ്യാതെ ഉപഭോക്താക്കൾ സബ്സിഡി ലഭിച്ചുകൊണ്ടും ബാക്കിയുള്ള കാശ് ലോൺ എടുത്തിട്ടൊക്കെ തന്നെ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെയുള്ള ഒരു ഇൻറ്റേർണൽ ജനറേഷൻ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ആസ് എ ഇൻഡസ്ട്രി നമുക്ക് പിന്നെ കേരളത്തിലത്തെ എല്ലാ ജനങ്ങൾക്കും ഉള്ള ഒരു രീതിയിൽ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാണെന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ ഇൻറ്റേർണൽ ജനറേഷൻ കൂട്ടുക എന്നുള്ളതിന് സോളാറും. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ബാറ്ററി എനർജി സ്റ്റോറേജ് നിർബന്ധമാണ്. കാരണം സോളാർ പകൽ മാത്രമേ വർക്ക് ചെയ്യൂ. രാത്രി സമയങ്ങളിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൺസംഷൻ നടക്കുന്നത്. അതിനുവേണ്ടി കമ്മ്യൂണിറ്റി ലെവൽ സ്റ്റോറേജ് സാറിന് കൂടുതൽ പറയാൻ പറ്റും. പ്ലസ് യൂട്ടിലിറ്റി സ്കെയിൽ, അതായത് KSEB തന്നെ സെൻട്രലൈസ് ചെയ്തിട്ട് ചെയ്യുന്ന മെഗാ പ്രൊജക്റ്റുകൾ. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 1500 മെഗാവാട്ട് അവേഴ്സിന് വേണ്ടിയുള്ള ലാർജ് സ്കെയിൽ ബാറ്ററി സ്റ്റോറേജ് പ്രോജക്റ്റുകൾ ഓൾറെഡി പല സ്റ്റേജസിലായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്കൊന്ന് അടുത്തൊരു വർഷത്തിനകം തന്നെ ഏകദേശം 1500 മെഗാവാട്ട് അവറിൻ്റെ ബാറ്ററി സ്റ്റോറേജ് അവർ സംവിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ടത്. നേരെ മറിച്ച് ഗാർഹിക ഉപഭോക്താക്കൾക്ക് പരമാവധി ബാറ്ററിക്ക് പ്രൊമോഷൻ നൽകണം, പക്ഷെ അത് നിർബന്ധമാക്കി അടിച്ചേൽപ്പിക്കരുത് എന്നുള്ളത് മാത്രം. അപ്പോൾ എന്തായാലും അനുകൂലമായ ഒരു തീരുമാനം വരുമെന്ന് വിചാരിക്കുക. കാരണം ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ നമ്മൾ സോളാർ ഉപയോഗിക്കൊണ്ടായിരിക്കും ഒരു ബാലൻസ് പോകുന്നത്, അല്ലേ? നമ്മുടെ ജനറേഷൻ കുറവാണെങ്കിലും നമ്മുടെ റിക്വയർമെന്റിന്റെ എനിക്കൊന്ന് കേരളത്തിൽ ഒരു 30% താഴെ പ്രൊഡക്ഷൻ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ ആവശ്യമുള്ള ഇലക്ട്രിസിറ്റിയുടെ ഒരു 30%. അതും സോളാർ എന്നാണ്. ഇപ്പോൾ സോളാർ വന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും എത്തിക്കാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ അറിവ്. സാറിന് അതിന് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറി വാങ്ങിക്കുന്ന പോലെ തന്നെ തമിഴ്നാട്ടിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണല്ലോ. അപ്പോൾ അതുപോലെ ഈ രംഗത്ത് വന്ന മറ്റു ചില മാറ്റങ്ങൾ, ഇപ്പം എൻ്റെയൊക്കെ പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് നല്ല വെയിലുള്ള സമയത്ത് മാത്രമാണ് സോളാർ പാനലിൽ നിന്നും ഈ ഒരു ജനറേഷൻ ഉണ്ടാകുന്നത്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലേ? വേറെ ചെറിയൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ പോലും ജനറേഷൻ വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു. നമ്മൾ തുടങ്ങിയ സമയത്തൊക്കെ ഒരു പോളിക്രിസ്റ്റലൈൻ എന്നുള്ളൊരു ഇത് അന്ന് 14-16% എഫിഷ്യൻസി ഉള്ളിടത്തുനിന്ന് ഇപ്പോൾ എനിക്ക് 25-26% എഫിഷ്യൻസി ഉള്ള സെല്ല് വരെ ഇൻഡസ്ട്രി ലെവലാണ്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബൈഫേഷ്യൽ ടോപ്പ് കോൺ ടെക്നോളജി ബ്രാൻഡ് അവൈലബിൾ ആണ്. അതുപോലെ പാനൽ ഇപ്പം ഞാൻ എനർജി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന 2011 നമ്മളൊക്കെ ഇൻഡസ്ട്രിയിൽ ഒരേ ടൈമിലാണ് വരുന്നത്. ആ സമയത്ത് 100 വാട്ട് പാനലാണ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം 700 മുകളിലുള്ള വാട്ട് വരെ ഒരു സിംഗിൾ പാനൽ അവൈലബിൾ ആണ്. അപ്പോൾ അത്രയും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞു, ഭയങ്കര വ്യത്യാസമാണ്. ഇതിനെന്താണ് കാര്യമായ മെയിൻ്റനൻസ് വരാവുന്നത്? എന്തെങ്കിലും വരാമോ ഈ ഒരു സിസ്റ്റം? പാനൽ ക്ലീൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ മെയിൻ്റനൻസ് കൃത്യമായിട്ട് നമ്മളത് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പാനലിനുള്ള ഡാമേജിനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് പോലെയുള്ള കാര്യങ്ങൾ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ വെച്ചപ്പോൾ ഒരു സ്പ്രേ ചെയ്യുന്ന സ്പ്രിംഗ്ലർ കൂടെ വെച്ചിട്ടുണ്ട്, അത് മതിയോ? അതോ നമ്മൾ ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ നമ്മളെ ബേർഡ് കഷ്ടിച്ചാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വീണ് കിടന്നാലും അത് പോയില്ലെങ്കിൽ അത് സ്ഥിരമായിട്ട് കിടക്കുമ്പോൾ അതിലൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്, ഹോട്ട്സ്പോട്ട് വീഴാനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് ഈ ഒരു മേഖലയിലുണ്ടല്ലോ, ഇപ്പം ഇത് സോളാർ വെക്കുന്നവരുടെ എണ്ണത്തിൽ അത്ര വ്യാപകമായ ഒരു വർധന ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞൊരു 3-4 വർഷത്തിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ PM സൂര്യകർ ഒക്കെ വന്നതിന് ശേഷമുള്ള നല്ലൊരു കുതിച്ചുകയറ്റം ഉണ്ടായിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. വിപ്ലവകരമായ മാറ്റം എന്ന് തന്നെ പറയാം. അതായത് നമ്മളൊരു കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക്, അതായത് ഇൻഡസ്ട്രി തുടങ്ങുന്ന സമയത്ത് 100-100 EPC ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 1500 മുകളിൽ EPC ആയി, സോളാർ ചെയ്യുന്ന കമ്പനികൾ മാത്രം. അപ്പോൾ അവരും അവരുടെ ഡീലറും ഇതെല്ലാം കൂടെ എനിക്ക് തോന്നുന്നൊരു ഇപ്പം തന്നെ ഒരു 10,000 പേരോളം കേരളത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബൂമിങ് ഭയങ്കരമാണ്. അതുമാത്രമല്ല ഇപ്പോൾ EC EMI പോലെ 10 വർഷം വരെയാണ് ബാങ്ക് ലോൺ. നേരത്തെ ഫയസ് സൂചിപ്പിച്ചത് പറഞ്ഞാലും ലോങ് ടൈം വരെ ഇത് കൊടുക്കുന്നുണ്ട്. 10 വർഷം വരെ EMI ആയിട്ട്, അതായത് കറണ്ട് ബില്ല് അടയ്ക്കുന്നതിന് താഴെ EMI വരുന്നുള്ളൂ. അപ്പോൾ ഏതൊരു സാധാരണക്കാരന് ഒരു 1000 രൂപയ്ക്ക് ബില്ല് വരുന്ന ഒരാളിന് വരെ സോളാർ വയ്ക്കുന്നത് ഭയങ്കരമായ ലാഭകരമായി, ബാറ്ററി ഇല്ലെന്നുണ്ടെങ്കിൽ. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള കാര്യം. പിന്നെ ഇപ്പം നടന്ന യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഗ്യാസിൻ്റെ ലഭ്യത കുറവ്, പിന്നെ ഇടയ്ക്ക് വെച്ചുള്ള ഇത് എല്ലാം കറണ്ട് ചാർജിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ സോളാർ വയ്ച്ചു കഴിഞ്ഞാൽ ഒരു 3-3.5 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു 4 വർഷത്തിനുള്ളിൽ എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളിന് ബ്രേക്ക് ഈവൻ ആവും. എന്ന് വെച്ചാൽ 3 കിലോവാട്ടാണ് ആവറേജ് ഒരു വീടുകളിൽ ആവശ്യം. അത് സബ്സിഡി കഴിഞ്ഞാൽ ഒരു 1.25 തൊട്ട് ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് ഇടയ്ക്കാണ് വരുന്നത്, ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രോഡക്റ്റ് ആൻഡ് സ്പേസ് അതനുസരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഒരു സാധാരണപ്പെട്ടവന് ഒരു 3-4 വർഷം കൊണ്ട് അടച്ചു തീർത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാനേജ് ചെയ്ത് പോകും. എങ്കിൽ പോലും നിങ്ങളെ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി സമീപിക്കുന്നവരുടെ ഒരു പൊതു ആശങ്കകൾ എന്തൊക്കെയായിരിക്കും? അല്ല, ഇത് എപ്പോഴും ഏതൊരു അസോസിയേഷനോ ഏതൊരു ഇൻഡസ്ട്രി ഏതൊരു ബിസിനസ്സും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഞങ്ങൾ കോറിൽ നിന്ന് ഇപ്പോൾ 2014 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഇപ്പം 2015 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. അപ്പോൾ അന്ന് തൊട്ട് അന്നത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ 2022 ഒക്കെ ആകുമ്പോഴേക്കും ഏകദേശം 80-90 കമ്പനികൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. അപ്പോൾ അന്ന് തൊട്ട് കോറിൽ നിന്നുള്ള സംഘടന എപ്പോഴും കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് എന്ത് കിട്ടും. ഞാൻ പല സംസ്ഥാനങ്ങളിലും ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ കാണുന്നൊരു
കാര്യം എന്ന് പറഞ്ഞാൽ മാസീവായിട്ടുള്ളൊരു ബോധവൽക്കരണമില്ല. കോറോണ സംഘടന 2022 ഒരു എക്സ്പോ നടത്തി. അതും ഏറ്റവും കൺവീനിയൻ്റ് ലൊക്കേഷൻ, എല്ലാവർക്കും വരാനും പോകാനും പറ്റുന്നത് നെഹ്റു സ്റ്റേഡിയത്തിൽ. മെട്രോയിൽ വന്നിറങ്ങുന്നവർക്കും ട്രെയിനിൽ വന്നിറങ്ങുന്നവർക്കും എല്ലാം ആക്സസിബിൾ ആയിട്ടുള്ള ലൊക്കേഷനിൽ അത്രയും മാസീവായിട്ടുള്ള എക്സ്പോ, അത്രയും ജനപങ്കാളത്തുള്ള എക്സ്പോ നേരത്തെ നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഞങ്ങൾ നെഹ്റു സ്റ്റേഡിയത്തിൽ വരാനുള്ള കാര്യം തന്നെ ജനപങ്കാളത്തമാണ്. അത്രയധികം ജനപങ്കാളത്തോടെ ഉണ്ടാവും. അന്നത്തെ നമ്മുടെ എക്സ്പോയുടെ വിജയം, അതിനുശേഷം വന്ന PM സൂര്യഗർ, ഇപ്പം നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ലക്ഷത്തോളം ആൾക്കാർ സോളാറിലേക്ക് വന്നു. അപ്പം നമ്മുടെ സിസ്റ്റം, നമ്മുടെ ഓരോ EPC ആൾക്കാരും അവരുടെ കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ, ഈ ആശങ്കയുടെ കാര്യം തന്നെ പറഞ്ഞു, പല കാര്യങ്ങളും. ഞാനാ ചോദിക്കുന്നത്, എന്തൊക്കെ ആശങ്ക പൊതുവെ ആൾക്കാർ വന്ന് നിങ്ങളോട് പങ്കിടുന്നത് എന്തൊക്കെയാണ്? ഇപ്പം സോളാർ വെക്കണം ആഗ്രഹമുള്ള പലരും, ഇപ്പം ഞാൻ വെച്ചു എന്ന് പറയുമ്പോൾ ആണോ ലാഭകരമാണോ, അത് എന്തൊക്കെയോ ഇഷ്യൂസ് ഇല്ലേ എന്നൊക്കെ ചോദിക്കും. എന്താണ് ജനങ്ങൾ മൊത്തത്തിൽ ഒരു ആശങ്ക നിൽക്കുന്നത്? അല്ല, നിലവിൽ ഇപ്പം റെഗുലേഷൻ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാറുണ്ട്. അപ്പം നേരത്തെ ഇവരെല്ലാം സൂചിപ്പിച്ചതാണ് ബാറ്ററി വെക്കുന്നതിനകത്ത് ഫീസിബിലിറ്റിയുടെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ. ഏതൊരു ബിസിനസ്, ഏതൊരു കാര്യത്തിൽ, ഇപ്പോൾ സോളാർ സംബന്ധിച്ച് ഏതൊരു കാര്യം പറഞ്ഞാലും ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു 2.5 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ 78,000 രൂപ തിരിച്ചു കിട്ടുന്ന സ്കീം വേറെ ലോകത്ത് ഒന്നും. 78,000 രൂപ അപ്രണ്ട് ആയിട്ട് നമുക്ക് ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ തിരിച്ചു കിട്ടും. അങ്ങനെ സ്കീം വേറെ ഏത് ഇൻവെസ്റ്റ്മെന്റ് ഇട്ടാലും കിട്ടില്ല. അപ്പം അത്ര നല്ല സ്കീം. അതിൻ്റെ കൂടെ തന്നെ ലോൺ സൗകര്യം, നമ്മൾ 1 രൂപ പോലും മുടക്കേണ്ട ആവശ്യമില്ല. നേരെ പോയി കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ 5.75% പലിശയ്ക്ക് നമുക്ക് ലോൺ കിട്ടും. വളരെ ഒരു 5 മിനിറ്റ് മതി ആ ലോൺ പ്രോസസ് ചെയ്തിട്ട് ബാങ്കിലേക്ക് പ്രോസസ് സൈൻ ചെയ്യുന്ന താമസം മാത്രമാണ്. അത്ര ഈസി ആക്കിയിട്ടുണ്ട്. റെഗുലേഷൻ്റെ സംബന്ധിച്ചുള്ള ആശങ്കകളൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അത് ബാറ്ററി അത്ര ആക്സസിബിൾ അല്ല. നമ്മൾ അത്രയും ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് ഇപ്പം ഓൾറെഡി ഇത് 30,000 അഡീഷണൽ ആക്കി 1 ലക്ഷം രൂപ സബ്സിഡിയിലേക്ക് കൊണ്ടുവന്നു. 78,000 രൂപയ്ക്ക് സബ്സിഡി കൂടാണ്ട് മറ്റു പല UP പോലത്തെ പല സംസ്ഥാനങ്ങളിലും ഇതേപോലെ അഡീഷണൽ 30,000 രൂപയൊക്കെ സംസ്ഥാന സർക്കാർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബൈജു സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം കസ്റ്റമേഴ്സിൻ്റെ ആശങ്കകൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി നമ്മളിപ്പം 2022 എക്സ്പോ തുടങ്ങിയതിനോടൊപ്പം തന്നെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ അത് ഒരു മൈക്രോ ഇതെന്നുള്ള രീതിയിൽ എല്ലാ ജില്ലകളിലും 7 ജില്ലകളിൽ നമ്മൾ മനോരമ വനിതാ വീടുമായിട്ട് ചേർന്നുകൊണ്ട് എക്സ്പോ സംഘടിപ്പിച്ചിരുന്നു. അത് അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റ്, നൗഷാദ് സാറൊക്കെയാണ് അതിൻ്റെ മുൻനിരയിൽ നിന്നത്. അതായത് എങ്ങനെ സോളാർ വെക്കണം, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, അത് എങ്ങനെ നമുക്ക് ബെനിഫിഷ്യലാക്കാം, ഇത് എങ്ങനെ കസ്റ്റമറിന് ഒരു നല്ലൊരു വെണ്ടറിനെ ചൂസ് ചെയ്യാം, ഏതൊക്കെ പ്രോഡക്റ്റുകളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള അതും വൻ സക്സസ് ആയിരുന്നു. നമുക്കൊരു 7 ജില്ലകളിൽ ഒരു 3 മാസത്തിനിടയ്ക്ക് നമുക്ക് എക്സ്പോ നടത്തി. അത് ഒരു വൻ സക്സസ്ഫുൾ ആയിരുന്നു. എല്ലാ ജില്ലയിലും സെമിനാറുകളും എല്ലാം കണ്ടക്ട് ചെയ്തിരുന്നു. KCB തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥർ വന്നിട്ട് ക്ലാസ്സുകൾ എടുക്കുകയും സംശയ ദൂരീകരണമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പാർട്ടാണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ മേജർ ചങ്ക് കൊണ്ടുവരുന്ന വിദേശത്താണ്. ഞങ്ങൾ UAE പോയിട്ട് അവിടെ എക്സ്പോ ആദ്യമായിട്ട് ചെയ്തിരുന്നു. ശരി. അപ്പം ഇപ്പം നടക്കാൻ പോകുന്ന എക്സ്പോയിൽ ഈ പറഞ്ഞ പോലെ സോളാർ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന കമ്പനികളുണ്ടാവും. പിന്നെ ഏത് തരത്തിലുള്ള ആൾക്കാരൊക്കെയാണ് അതിൽ പങ്കെടുക്കാൻ പോകുന്നത്? നമ്മൾ 2 കാറ്റഗറി, ഒന്ന് നേരത്തെ ബൈജോടൻ ചോദിച്ചാൽ B2B, B2C രണ്ടും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ B2B എന്ന് ഉദ്ദേശിക്കുന്ന കേരളത്തിൽ ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ പണ്ട് 60-70 കമ്പനീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 1500 എംപാനൽ കമ്പനീസ് തന്നെ PM സൂര്യഗർ പദ്ധതിയിൽ എംപാനൽ എതിരെ കമ്പനീസ് തന്നെ 1500ഓളം ഉണ്ട്. അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇന്ത്യയിൽ തന്നെയുള്ള നല്ല ലീഡിംഗ് ആയിട്ടുള്ള മാനുഫാക്ചറേഴ്സ്, സോളാർ മേഖലയിലുള്ള സോളാർ പാനൽ, ഇൻവെർട്ടർ, ബാക്കിയുള്ള ACDB, DCDB, ബാക്കി BOS എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള മാനുഫാക്ചറേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഒറ്റ കൊടക്കീഴിൽ തന്നെ ഈ 1500 കമ്പനീസിനും നേരിട്ട് ഇടപഴകാൻ പറ്റും. രണ്ടാമത്തത് കസ്റ്റമേഴ്സിന് ഈ ഒരു എക്സ്പോയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രമുഖമായിട്ടുള്ള മിക്കവാറും കമ്പനീസൊക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ വന്ന് സോളാറിനെ കുറിച്ചുള്ള സംശയങ്ങളും അല്ലെങ്കിൽ ചർച്ചകളും പല കമ്പനീസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യാനും ക്വാളിറ്റി കമ്പയർ ചെയ്യാനും ക്വാളിറ്റി എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ കൂടുതലുള്ള ചർച്ചകളും നമ്മൾ ഡിസ്കഷൻസ് അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ B2Bയും B2Cയും കസ്റ്റമേഴ്സിനെയും അതേപോലെ തന്നെ ഈ പറഞ്ഞ കേരളത്തിലുള്ള എംപാനൽ വെൻഡേഴ്സിനെയും ഒരേപോലെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എക്സ്പോ ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മളിതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി. അതായത് നമ്മളിപ്പോൾ വീടുകളിലെ വൈദ്യുതി ഉപഭോഗത്തെ പറ്റി പറഞ്ഞു. പക്ഷേ നമ്മളിതാ ഈ കിടക്കുന്ന EVകൾ അല്ലേ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ EVകൾ വിൽക്കുന്ന സംസ്ഥാനമാണ്. അപ്പോൾ നിങ്ങളുടെ യാത്ര പൂർണ്ണമായിട്ടും സൗജന്യമാകും എന്നുള്ളതാണ് സോളാർ ഫിറ്റ് ചെയ്തുള്ള കാര്യം. അങ്ങനെ വരുമ്പോൾ ഈ ചാർജിങ് കമ്പനികളുണ്ടല്ലോ, ഇപ്പം ധാരാളം ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടല്ലോ, അവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ? അതെ, അത് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. EV ചാർജിങ് സ്റ്റേഷൻ ഒരു ബൂമിംഗ് സെഗ്മെന്റ് ആണല്ലോ ഇപ്പോഴും. അവർക്ക് ഇപ്പം
വലിയ ഒരുപാട് പ്ലെയേഴ്സ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെയുണ്ട്. അവർക്കൊക്കെ നമുക്ക് സ്റ്റോൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പം ഇലക്ട്രിക് വെഹിക്കിളുണ്ട്. അതിനോടൊപ്പം നേരത്തെ നമ്മൾ ഈ സോളാർ എക്സ്പോ എന്നുള്ളതൊരു ഉപരി സാർ ഏറ്റവും ആദ്യം പറഞ്ഞൊരു എനർജി കോൺക്ലേവ് ആണ് നമ്മളെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അതായത് നമ്മുടെ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് നമ്മളെ ആൾക്കാരിലെത്തിക്കുക. അപ്പോൾ CM-നായാലും ഇഷ്ടപ്പെട്ടൊരു സ്കീമാണ്. അപ്പോൾ സാറാണ് അതുമായിട്ട് കണ്ടക്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് സാറൊന്ന് ആധികാരികമായിട്ട് പറഞ്ഞു. ആരൊക്കെയാണ് സഭയിൽ പങ്കെടുക്കുന്നത്? CM പങ്കെടുക്കുന്നു, പിന്നെ കോൺക്ലേവിൽ നമ്മുടെ വൈദ്യുതി മന്ത്രിയുണ്ട്. ഇതിൽ ഇപ്പോഴത്തെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ 35,000-ന് മുകളിൽ കൺസ്യൂമേഴ്സ് കഴിഞ്ഞ മാസം മാത്രം സോളാർ വെച്ച് കേരളത്തിൽ ഈ പദ്ധതിയിൽ പങ്കാളികളായിട്ട് 30,000 പേര് വെച്ചു കഴിഞ്ഞ മാസം മാത്രം. ഒരു മാസം ഭയങ്കര. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ സോളാർ വെച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസമാണ്. ഇപ്രാവശ്യത്തെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ മാസത്തെയും അടുത്ത മാസത്തെയും ഉറപ്പായിട്ട് 35,000-ന് മുകളിൽ ഒരു 50,000-ന് അടുത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്പോയുടെ ഒരു പ്രാധാന്യം അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ ഒരു എക്സ്പോ എന്നതിനേക്കാൾ ഉപരി ഇതൊരു എനർജി കോൺക്ലേവ്, ഒരു പവർ കോൺക്ലേവ് എന്നുള്ള രീതിയിലേക്ക് ഇതിനെ ഉയർത്തണമെന്നും അതിൽ അദ്ദേഹം തന്നെ പങ്കെടുക്കാം എന്നും സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഒരു മാനം തന്നെ ഒരു പ്രത്യേക തലത്തിലേക്ക് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ സീനിയറായിട്ടുള്ള IAS ഓഫീസേഴ്സിനെയും അതുപോലെ തന്നെ പവർ സെക്രട്ടറി, ഈ പവർ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള സീനിയർ IAS ഓഫീസിനെയൊക്കെ പങ്കെടുപ്പിച്ച് ഒരു പാനൽ ഡിസ്കഷൻസും കോൺഫറൻസസും ഒക്കെ ആക്കി ഒരു കോൺക്ലേവിൻ്റെ രൂപത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൽ 3 ദിവസത്തിൽ ഞങ്ങൾ അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ജോബ് ഫെയർസ് ഉണ്ട്. അതുപോലെ ഈ 1500 ഡെവലപ്പേഴ്സിനെയും ഇവിടേക്ക് കൊണ്ടുവന്ന് അവർ ഇന്ത്യയിൽ പലയിടത്തേക്കും പോയി പാനൽസിനെ കുറിച്ചും ഇൻവെർട്ടേഴ്സിനെ കുറിച്ചും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വളരെ മുന്തിയ പാനൽ മാനുഫാക്ചറേഴ്സ് അതുപോലെ തന്നെ ഇൻവെർട്ടർ മാനുഫാക്ചറേഴ്സ് അവർ ഒരു കുടക്കീഴിൽ വരുമ്പോൾ ഇവിടെ തന്നെ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റിംഗ്, ഒരു ഇൻട്രാക്ഷനുള്ള അവസരം ഉണ്ടാകും. അങ്ങനെ ഇതിനെ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത മാർച്ചിൽ ഈ പദ്ധതി തീരുകയാണ്. PM സൂര്യകറിൻ്റെ ആദ്യഘട്ടം. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ സ്റ്റോറേജ് അതുപോലെ നിരവധി പുതിയ പുതിയ സംരംഭങ്ങൾ MNRE പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലേക്ക് പുതിയ ഒരു സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുക. അതിൽ നമ്മുടെ എൻ്റർപ്രണേഴ്സിനും അതുപോലെ ടെക്നോക്രാറ്റ്സിനും പോളിസി മേക്കേഴ്സിനും പറയാനുള്ള കാര്യങ്ങൾ പറയുക. MNREയിൽ നിന്ന് തന്നെ സീനിയർ സയൻറ്റിസ്റ്റ് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തലത്തിലേക്ക് ഒരു എനർജി കോൺക്ലേവ് എന്ന രീതിയിൽ, പവർ കോൺക്ലേവ് എന്ന രീതിയിൽ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ബന്ധപ്പെടുത്തി ആണ് ഈ പ്രോഗ്രാം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. മെയിനായിട്ട് ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള എന്തിന് ആൾക്കാരവിടെ വിസിറ്റ് ചെയ്യണമെന്നുള്ളൊരു ചോദ്യം കൂടെ നമുക്ക്. അപ്പോൾ അതിൽ 50 ലക്ഷത്തിന് മുകളിലുള്ള സമ്മാന പദ്ധതികളുണ്ട്. അതായത് 10 പേർക്കോളം 3 കിലോവാട്ടിൻ്റെ ഫ്രീ ആയിട്ടുള്ള സോളാർ പവർ പ്ലാന്റ് നറുക്കെടുപ്പിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ അതിൽ നറുക്കെടുപ്പ് അതിൽ അത് കൂടാതെ ഈ 1500 സോളാർ EPCകൾ കൊണ്ടുവരുമ്പോൾ ഇപ്പം നമുക്ക് പാനലിൻ്റെയൊക്കെ ലഭ്യത കുറവുണ്ട്. ടോപ്പ് കോൺ പാനൽ പോലുള്ള അതാണിത്. അപ്പം പാനൽ നമ്മൾ ഓരോ ദിവസവും പാനലും ഇൻവെർട്ടർ DBകൾ ഫ്രീ കൊടുക്കുന്നുണ്ട് സോളാർ EPCകൾ നറുക്കെടുപ്പിലൂടെ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു 50 ലക്ഷം രൂപയുള്ള സമ്മാന പദ്ധതി. ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ ഈ കസ്റ്റമർ എഡ്യൂക്കേഷൻ പോയിന്റ് ഓഫ് പാർട്ടില്ല. അപ്പം കേരളത്തിൽ 25,000-ൽ നിന്ന് ഇപ്പം 4 ലക്ഷം ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു എക്സ്പോയിലൂടെ നമ്മൾ ഒരു പ്രധാനം ചെയ്യുന്ന കാര്യം വെച്ചാൽ താങ്ക്സ് ഗിവിംഗ് എന്നുള്ള കൺസെപ്റ്റ് കൂടെ കൂടിയിട്ടാണ്. കാര്യം നമ്മുടെ കേരളത്തിൽ സോളാർ ഇൻഡസ്ട്രിക്ക് കേരള ജനത തന്ന സഹകരണത്തിനുള്ള ഒരു താങ്ക്സ് ഗിവിംഗ് പോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആദ്യമായിട്ട് സോളാർ സ്ഥാപിച്ചത് കേരളത്തിൽ PM സൂര്യകൾ ആദ്യമായിട്ട് സോളാർ സ്ഥാപിച്ച ആൾക്കാരെ ഞങ്ങൾ കണ്ടുപിടിച്ച് അവർക്ക് പ്രത്യേക പാരിതോഷം നൽകുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ആണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നമ്മളതിൻ്റെ ബാക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ 50 ലക്ഷത്തിന് മേലുള്ള സമ്മാനം ഒരു EV കൂടെ കൊടുക്കായിരുന്നു. 2024 ഫെബ്രുവരിയിലാണ് ഈ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആദ്യത്തെ മാസം ആരൊക്കെയാണോ രജിസ്റ്റർ ചെയ്ത് പ്ലാന്റ് വെച്ചത് അവർ ഞങ്ങളൊരു ലിങ്കൊക്കെ തരുന്നുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്ത് ഞങ്ങളെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ആൾക്കാർക്ക് പാരിതോഷികം നൽകാനായിട്ട് ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഉള്ളത്, 35,000 ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ മാസം നടന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊരു സ്കീം അവസാനിക്കുമ്പോൾ ഒരു വമ്പിച്ച ഒരു കുതിച്ചുകയറ്റം ഉണ്ടാവാറുണ്ട്. അതാണ് സാറ് നേരത്തെ പറഞ്ഞത്, ഈ മാസമൊക്കെ ഇനി 50,000, അങ്ങനെ ഇനിയുള്ള മാസങ്ങൾ വളരെ കുതിച്ചുകയറ്റം ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ പല കൺസ്യൂമേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് അവരുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോമറിൽ
കപ്പാസിറ്റി ഇല്ലാത്ത ഒരു പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്. ഒരു ട്രാൻസ്ഫോമറിന്റെ അടിയിലുള്ള വീടുകളിൽ പരമാവധി നമുക്ക് ചെയ്യാൻ ഒരു സോളാറിന് ഒരു ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് സർക്കാർ, ഈ റെഗുലേറ്ററി കമ്മീഷൻ. അത് 90% ഇൻവെർട്ടർ ട്രാൻസ്ഫോമർ കപ്പാസിറ്റിയുടെ 90% സോളാർ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പല നഗരങ്ങളിൽ മാത്രമല്ല, പല ഗ്രാമപ്രദേശങ്ങളിൽ പോലും ട്രാൻസ്ഫോമർ കപ്പാസിറ്റി ഇല്ലാത്ത ഒരു ഗുരുതര പ്രശ്നമുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എക്സ്പോ ഈ സമയത്ത് നടത്തുന്നതിൻ്റെ മുഖ്യമായ കാര്യം, അടുത്ത 8-9 മാസത്തിനിടയിൽ താല്പര്യമുള്ള കസ്റ്റമേഴ്സ്, ഏറ്റവും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് താല്പര്യമുള്ളവർ, അതും ഈ തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ വൈചേട്ടൻ പറഞ്ഞ പോലെ പലതും ഉണ്ടാകാം കസ്റ്റമേഴ്സിന്. അപ്പം മുടക്കുമുതൽ വളരെ കുറയ്ക്കാൻ വേണ്ടിയുള്ള സബ്സിഡിയും ലോണും പിന്നെ ഈ ട്രാൻസ്ഫോമർ കപ്പാസിറ്റിയുടെ ഒരു ലഭ്യതക്കുറവും ഒക്കെ ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെക്കുറിച്ച് കസ്റ്റമേഴ്സിനെ ബോധവൽക്കരിച്ചുകൊണ്ട് താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ അർഹതപ്പെട്ട എല്ലാവരും പെട്ടെന്ന് സോളാർ വെക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതും കൊണ്ടാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ ഒരു ലോങ് ടൈമിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് കാരണം പല കസ്റ്റമേഴ്സും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് വളരെ ഇങ്ങനെ ആലോചിച്ച് 6 മാസം ഒരു കൊല്ലമൊക്കെ ആലോചിച്ച്, അതിനോടൊപ്പം തന്നെ പോളിസി ചേഞ്ചസും വരുന്നുണ്ട്. ഇപ്പം ഈ റെഗുലേറ്ററി കമ്മീഷന്റെ പോളിസിയിൽ എന്തെങ്കിലും കാരണവശാൽ ഒരു ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ചെയ്യാനായിട്ടുള്ളൊരു അവർക്ക് ആ ഒരു എമൗണ്ട് ഭയങ്കര ഹൈ ആവും ബാറ്ററി ഉപയോഗിക്കും. നേരത്തെ ബൈജുവേട്ടൻ ചോദിച്ച ഒരു കാര്യം വളരെ പ്രസക്തിയാണ്. കസ്റ്റമേഴ്സ് എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് വരുന്നത്, അതാണ് ഇവിടെ ഏറ്റവും ഇതുള്ളത്. ഒന്ന്, ട്രാൻസ്ഫോമറിൻ്റെ കീഴിൽ ഒരു അപേക്ഷയുമായിട്ട് ചെല്ലുമ്പോൾ അവിടെ ഫീസിബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫോമേഴ്സിൻ്റെ കപ്പാസിറ്റി ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ പുതുതായി വെച്ച ഒരുപാട് ട്രാൻസ്ഫോമേഴ്സ് മാപ്പിംഗ് ചെയ്യാനായിട്ടുണ്ട്. അത് വൈദ്യുതി ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പുതിയ ട്രാൻസ്ഫോമേഴ്സ് മാപ്പ് ചെയ്ത് വരുമ്പോൾ ഇപ്പോഴുള്ള ഒരു ഇൻ്റർലോക്ക് ഫീസിബിലിറ്റി ഇല്ലാത്തത് ഒരു പരിധിവരെ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ എന്തായാലും അത്തരം പല കാര്യങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്ന ഒരു എക്സിബിഷനാണ് നടക്കാൻ പോകുന്നത്, കോൺക്ലേവാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ താല്പര്യമുള്ള ആളായതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി മാത്രമല്ല വൈദ്യുതി മന്ത്രി നമ്മുടെ പരിപാടി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇനോഗ്രേഷൻ, നമ്മുടെ എക്സ്പോ സ്റ്റോളുകളുടെയൊക്കെ ഇനോഗ്രേഷൻ നടത്തുന്ന ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം വളരെ സപ്പോർട്ടീവാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ ജനങ്ങളെയും എക്സ്പോയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ ഒരു പ്രസ് കോൺഫറൻസ് ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ പവർ സെക്രട്ടറിയും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബഹുമാന്യനായ ചെയർമാൻ ശ്രീ രാജമാണിക്യം സർ IAS അതിലെ ലോഗോ ലോഞ്ച് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫൈനാൻസ് ജ്യോതിലാൽ സാറ് വന്ന് എനർജി കോൺക്ലേവിൽ പങ്കെടുക്കാമെന്ന് ഞങ്ങളുടെ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തലപ്പത്തുള്ളവരും ഇതിൽ സഹകരിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ജനങ്ങൾക്കെല്ലാം ഈ ടെക്നോക്രാറ്റ്സിനെയും പോളിസി മേക്കേഴ്സിനെയും MNRയിൽ നിന്ന് വരുന്ന ഡിഗ്നിറ്ററീസിനെയും സയൻറ്റിസ്റ്റിനെയും എല്ലാവരെയും ഒരുമിച്ച് കാണാനുള്ളൊരു വേദിയായിട്ടാണ് ഈ പവർ കോൺക്ലേവിനെ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ സീനിയർ ആയിട്ടുള്ള സോളാർ, നേരത്തെ തൊട്ട് സോളാർ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ ആദരിക്കുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ പോരാത്തതിന് സോളാർ EPCകൾക്ക് വേണ്ടി ഒരു മത്സരം ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഏറ്റവും വേഗത്തിൽ 5 കിലോവാട്ട് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യുന്നവർക്ക് അതിനൊരു സമ്മാനമുണ്ട്. അപ്പോൾ എല്ലാ സോളാർ EPCകളും നിങ്ങളും പങ്കെടുക്കുക, രജിസ്റ്റർ ചെയ്യുക. സോളാർ ഇൻസ്റ്റാളേഷൻ ഒത്തിരി നല്ലൊരു അവസരമാണ്. അപ്പോൾ 1500 ഡെവലപ്പേഴ്സ് വരുന്ന ഒരു വലിയ പരിപാടിയാണ്, എല്ലാവരും എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരെ ഇതാക്കാൻ വേണ്ടി അതിന് മുന്നോടിയായിട്ട് തന്നെ കുറച്ച് ടെക്നിക്കൽ ടോക്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 13-ാം തീയതി ആദ്യത്തെ ടെക്നിക്കൽ ടോക്ക് ഞാൻ തന്നെ ഡെലിവറി ചെയ്യുന്നുണ്ട്. അതുപോലെ 3 ടെക്നിക്കൽ ടോക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് ഇതിൻ്റെ ക്രക്സ് ഓഫ് ഡിസ്കഷൻ എന്നുള്ളത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനും, അതുപോലെ തന്നെ കേവലം മാർച്ചിൽ ഒതുങ്ങുന്ന ഒരു പദ്ധതിയായിട്ടല്ല ഇതിനെ കാണുന്നത്. എന്നാൽ 78,000 രൂപ സബ്സിഡി കിട്ടാനുള്ള ഏറ്റവും അവസാനത്തെ അവസരം ഇതാണ് എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. അതുപോലെ അതിൻ്റെ സ്പോട്ട് രജിസ്ട്രേഷൻ ക്യാമ്പയിൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്. സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ വരുന്ന ഡെവലപ്പേഴ്സുമായിട്ട് ഒരു ലിങ്ക് ചെയ്ത് നേരെ വർക്കിലേക്ക് പോകാനും 5% മാത്രം, അത് കൊളാട്രൽ ഫ്രീ ലോണാണ്. പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട അതാണ്. ഒരു പൈസ പോലും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടിയോ മറ്റൊന്നും ഈട് നൽകാതെ കേവലം സർക്കാരിൻ്റെ ഒരു കുടക്കീഴിലുള്ളൊരു പദ്ധതി എന്ന രീതിയിൽ ഇത് ഒരു പൈസ ഈട് നൽകാതെ തന്നെ ഈ 5% മുകളിൽ ഇൻട്രസ്റ്റിന് വെക്കാൻ പറ്റും. അപ്പോൾ ഒരു 4 വർഷം അല്ലെങ്കിൽ ഒരു 3.5 വർഷം കൊണ്ട് മുതൽ മുടക്ക് തിരിച്ചു കിട്ടുന്നു. എന്നാൽ 25 മുതൽ 30 വർഷ കാലയളവിലേക്ക് ഈ പദ്ധതിയുടെ ഒരു ലൈഫ് ടൈം ഉപഭോക്താവ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ 20 വർഷത്തോളം ഒരു പൈസ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റെഗുലേറ്ററി കമ്മീഷൻ്റെ ഓരോ വർഷവും കറണ്ട് ചാർജ് കൂടി വരുന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ യൂണിറ്റിൻ്റെ ശരാശരി 5 യൂണിറ്റ് 1 കിലോവാട്ടിന് ഇപ്പം കിട്ടുന്നുണ്ട്. ഒരു 3 കിലോവാട്ട് വെക്കുന്ന ഒരു കൺസ്യൂമർക്ക് ഒരു 15 യൂണിറ്റ് ഒരു ദിവസം ഏകദേശം 2 AC അല്ലെങ്കിൽ ഒരു 3 AC വെക്കുന്ന ആൾക്കാർക്ക് പോലും അത് മതിയാകും. അപ്പം
ഓൺ പവർ, ഗ്രീൻ പവർ, സെൽഫ് ജനറേറ്റിംഗ് പവർ വിത്ത് ലോ കോസ്റ്റ്. ഇതാണ് അതിൻ്റെ. യെസ്. അപ്പോൾ ഇതാണ് ഏകദേശം ഒരു മുദ്രാവാക്യം തന്നെ അതാണ് അല്ലേ നമ്മുടെ കോൺക്ലേവിൻ്റെ തന്നെ. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ കുറേ നേരമായി സംസാരിക്കുന്നു. അപ്പം ഡേറ്റ്സ് സെപ്റ്റംബർ 11, 12, 13 തീയതികളിൽ ഇപ്പോൾ ഈ പറഞ്ഞ ജവഹർലാൽ സ്റ്റേഡിയത്തിൽ. ഇപ്പോൾ നിങ്ങളൊരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, നിങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ധാരാളം പുതിയ അറിവുകൾ കിട്ടും. അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ നിങ്ങളുടെ എല്ലാ ആശയങ്ങളും തീർത്ത് ഏറ്റവും മികച്ച സോളാർ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന കമ്പനി ഏതാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താം. പുതിയ ട്രെൻഡുകൾ എന്താണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളുണ്ട്. കൂടാതെ ഈ പറഞ്ഞ പോലെ ധാരാളം സമ്മാനങ്ങളും വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഫ്രീ ആയിട്ട് സ്ഥാപിക്കപ്പെടുക വരെ ചെയ്യാം. സോളാർ EV കാറുകൾക്ക് വേണ്ടി നമ്മളൊരു സെപ്പറേറ്റ് ചെറിയൊരു പവലിയനും സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ചാർജിങ് സ്റ്റേഷൻ. റിനവ് എന്നാണ് ഇതിന്റെ പേര്. റിന്യൂവബിൾ എനർജി REN EV ഇലക്ട്രിക് വെഹിക്കിൾ. അങ്ങനെ ചേർന്നിട്ടാണ് റിനവ് എന്നതിനെ നാമകരണം ചെയ്യപ്പെടുത്തിയത്. അപ്പോൾ സോളാർ എന്ന മേഖലയിൽ മാത്രം ഒതുങ്ങാതെ ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഒരു ഹൈബ്രിഡ് മോഡ്, ഒരു ഹൈബ്രിഡ് മോഡൽ ഓക്കെ, ബാറ്ററി ഓപ്പറേറ്റഡ് സോളാർ സിസ്റ്റം ഓൺ വീൽസ് എന്ന് പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല പരിചയമുള്ള ഈ പറഞ്ഞ പോലെ ചാർജിങ് സ്റ്റേഷൻസിൻ്റെ കുടുംബങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, എല്ലാവരും ഇതൊന്ന് പരിഗണിക്കുക. നിങ്ങളുടെയൊക്കെ സ്റ്റോളുകളും ഒക്കെ ഇവിടെ വരുന്നത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. അപ്പോൾ എന്തായാലും അവിടെ സന്ദർശിക്കുന്നതായിരിക്കും. അപ്പം ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. നല്ല ഗംഭീരമായ ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ സർക്കാരിൻ്റെ തലത്തിലും എല്ലാ സഹകരണവും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.